The angles of depression of the top and bottom of a 8-meter tall building from the top of a multi-storied building are 30 degree and 50 degree respectively. Find the height of the multi-storied building and the distance between the two buildings. നമുക്ക് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് ബിൽഡിങ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് 8-meter ടോൾ ബിൽഡിങ്ങും സെക്കൻഡ് വൺ ഒരു മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങും. ഓക്കെ, അപ്പോൾ ഈ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നിട്ട് 8-meter ടോൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടത്തിലേക്കുള്ള ആംഗിൾസ് ഓഫ് ഡിപ്രഷൻസ് എത്ര ഗിവൻ 30 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി ആണ്. അതായത് ടോപ്പിലേക്ക് 30 ഡിഗ്രി ആൻഡ് ബോട്ടത്തിലേക്ക് 50 ഡിഗ്രി. ഓക്കെ, ആൻഡ് ക്വസ്റ്റൻ ഇസ് ടു ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റും ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബിൽഡിംഗ്. മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങും 8-meter ടോൾ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അസ്യൂം ചെയ്യാം. ലെറ്റ് എച്ച് മീറ്റർ, ഇവിടെ 8 meter ആണ്, സോ യൂണിറ്റ് മീറ്റർ ആണ് അല്ലേ. സോ എച്ച് മീറ്റർ ബി ദ ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ആൻഡ് ഏതെങ്കിലും വേരിയബിൾ ലെറ്റ് എക്സ് മീറ്റർ ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ടു ബിൽഡിങ്സ്. നെക്സ്റ്റ് നമുക്ക് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഗ്രൗണ്ട് ലെവൽ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കാം. എ ബി നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ട് ബിൽഡിങ്സ് വരക്കണം. ഒന്ന് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങും വേറൊന്ന് 8-meter ടോൾ ബിൽഡിങ്ങും. ലെറ്റ് എ സി ബി ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ്. സോ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ എച്ച് മീറ്റർ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ എച്ച് മീറ്റർ ആൻഡ് ബി ഡി ബി ദ 8-meter ടോൾ ബിൽഡിംഗ്. സോ ഹൈറ്റ് 8 meter ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ടു ബിൽഡിംഗ് നമ്മൾ എക്സ് മീറ്ററിന് അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ് ഡിയിൽ നിന്നിട്ട് എ ബി നമ്മൾ ഗ്രൗണ്ട് ലെവലിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ എ സിയിലേക്ക് വരക്കാം. ഓക്കെ, ഈ ലൈൻ എ സിയിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ നമുക്ക് ഇ എന്ന് മാർക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. സച്ച് ദാറ്റ് എ ഇൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? സെയിം 8 meter ആണ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഇ സി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അതിന് എ ഇ പ്ലസ് ഇ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫുൾ ലെങ്ത്, ദറ്റ് ഈസ് എ സി അല്ലേ. എ ഇ പ്ലസ് ഇ സി ഇസ് ഈക്വൽ ടു എ സി. ഓക്കെ, ആൻഡ് എ ഇ ഈക്വൽ ടു 8 ആണ്. സോ 8 പ്ലസ് ഇ സി, ഇ സി ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് എ സി നമ്മൾ അസ്യൂം ചെയ്തു എച്ച് എന്ന്. സോ ഇ സി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് 8 meter. So AE equal to 8 meter, EC is equal to H minus 8 meter. Okay, ഇനി നമുക്ക് നെക്സ്റ്റ് ആംഗിൾസ് മാർക്ക് ചെയ്യാം. The angles of depression of the top and bottom of a 8-meter tall building from top of a multi-storied building are 30 degree and 50 degree. അതായത് മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നിട്ട് 8-meter tall ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 degree. ഓക്കെ, ആൻഡ് ബോട്ടത്തിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 50 degree. സോ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങിൻ്റെ ടോപ്പ് പോയിൻറ്റ് സി അല്ലേ. പോയിൻറ്റ് സിന്ന് 8-meter ടോൾ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടോപ്പിലേക്കുള്ളത് 30 degree ആൻഡ് ബോട്ടത്തിലേക്കുള്ളത് 50 degree. ഓക്കെ, സോ സിയിൽ നിന്നിട്ട് ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് ലെവലിന് പാരലൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുക അല്ലേ. ഗ്രൗണ്ട് ലെവലിന് പാരലായിട്ടുള്ള ഈ ഹൊറിസോണ്ടൽ ലൈന് നമുക്ക് സി എഫ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സിന്ന് ഡിയിലേക്ക് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഹൊറിസോണ്ടൽ ലൈനാണ് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ സിന്ന് ഡിയിലേക്കുള്ള ആംഗിൾ 30 degree ആൻഡ് സിയിൽ നിന്നിട്ട് ബോട്ടത്തിലേക്കുള്ള ആംഗിൾ 50 degree. ഓക്കെ, സോറി 45 degree. 30 degree ആൻഡ് 45 degree ആണ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ എയിം ഈ അക്യൂട്ട് ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇ ഡി സി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സി എഫ് ആൻഡ് ഇ ഡി പാരലലാണ്. ആൻഡ് ഈ സി ഡി ഇതിന് ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്താൽ ആംഗിൾ എഫ് സി ഡി, അതായത് ഈ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ ഈക്വൽ ടു സി ഡി ഇ അല്ലേ. സോ ഇതും 30 degree ആയിരിക്കും. ആൻഡ് ദ റീസൺ
ഓൾട്ടർനേറ്റ് ആംഗിളാണ്. ഇതും പാരലലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇത് ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്താൽ ഈ ആംഗിൾ ഇസ് ഈക്വൽ ടു ഈ ആംഗിൾ, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. നെക്സ്റ്റ് എ ബി സി, ഈ അക്യൂട്ട് ആംഗിൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ. അതിനെ എ ബി ആൻഡ് സി എഫ് ഇത് രണ്ടും പാരലായിട്ട് കൺസിഡർ ചെയ്തിട്ട് സി ബി ഇത് നമ്മൾ ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്താൽ ഈ ആംഗിൾ ഈക്വൽ ടു ഈ ആംഗിൾ ആയിരിക്കും. സോ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി അല്ലേ. റീസൺ എന്താണ്? സെയിം, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. സോ നമുക്ക് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ രണ്ട് റൈറ്റ് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ സി ഇ ഡിനെയും ആൻഡ് ട്രയാങ്കിൾ സി എ ബി. ഓക്കെ, സോ ഫസ്റ്റ് കൺസിഡർ റൈറ്റ് ആംഗിൾ സി ഇ ഡി. ഓക്കെ, സോ ഇവിടെ അക്യൂട്ട് ആംഗിൾ എന്താണ്? 30 ഡിഗ്രി. സോ tan 30 ഈസ് ഈക്വൽ ടു tan 30 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ്, അതായത് സി ഇ ഈസ് ഈക്വൽ ടു h മൈനസ് 8 ബൈ അഡ്ജസൻറ്റ് ഇ ഡി. എത്രയാണ്? സെയിം, എക്സ് മീറ്റർ ആണല്ലേ. എ ബി ഈക്വൽ ടു എക്സ് മീറ്റർ ആണ്. സോ ഇ ഡി ഇസ് ഈക്വൽ ടു എക്സ് മീറ്റർ ആണ്, ബിക്കോസ് നമ്മൾ ഗ്രൗണ്ട് ലെവലിന് പാരലലായിട്ടാണ് വരച്ചിട്ടുള്ളത്. സോ ഡിവൈഡ് ബൈ എക്സ്. നൗ tan 30 ഈസ് 1/√3. 1/√3 ഈക്വൽ ടു എച്ച് മൈനസ് 8 ബൈ എക്സ്. നെക്സ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു എക്സ് ഈക്വൽ ടു √3 ഇൻറ്റു എച്ച് മൈനസ് 8. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ സി എ ബി. ഓക്കെ, ഇവിടെ അക്യൂട്ട് ആംഗിൾ 45. സോ tan 45 is equal to opposite, that is AC. AC is h meter ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. h by AB is x. Okay, so tan 45 is 1 equal to h by x. So cross multiply ചെയ്താൽ x equal to h. ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 കമ്പയർ ചെയ്താൽ ഇക്വേഷൻ നമ്പർ 2ൽ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് ഈക്വൽ ടു എച്ച് ആണ് അല്ലേ. സോ എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1ൽ നമുക്ക് ഒരു വേരിയബിളേ ഉള്ളൂ. ഓക്കെ, സോ എച്ച് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക √3 ഇൻറ്റു എച്ച് √3h മൈനസ് 8√3. ഓക്കെ, നെക്സ്റ്റ് ലൈക്ക് ടേംസ് ഒരു സൈഡിൽ കൊണ്ടുവരിക, അതായത് മൈനസ് √3h ഈക്വൽ ടു മൈനസ് 8√3. നെക്സ്റ്റ് നമുക്കിത് സോൾവ് ചെയ്തിട്ട് എച്ചിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. LHSൽ എച്ച് കോമൺ ആണ്. സോ ടേക്ക് ഇറ്റ് ഔട്ട്. എച്ച് ഇൻറ്റു 1 മൈനസ് √3 ഈക്വൽ ടു മൈനസ് 8√3. സോ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 8√3 ബൈ 1 മൈനസ് √3. ഓക്കെ, ഇതിന് നമുക്ക് 8√3 ബൈ √3 മൈനസ് 1 എഴുതാം. ഇവിടുന്ന് ഡിനോമിനേറ്ററിന് മൈനസ് ഔട്ട് സൈഡ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ അല്ലേ. അതായത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? √3 മൈനസ് 1. സോ അതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? ഇൻറ്റു √3 പ്ലസ് 1 അല്ലേ, ഇൻറ്റു √3 പ്ലസ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8√3 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്താ വരിക? √3 മൈനസ് 1 ഇൻറ്റു √3 പ്ലസ് 1. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം a മൈനസ് b ഇൻറ്റു a പ്ലസ് b, ദാറ്റ് ഈസ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഇവിടെ a എന്താണ്? √3. സോ a സ്ക്വയർ 3 മൈനസ് b ഈക്വൽ ടു 1. സോ b സ്ക്വയർ ഇസ് 1. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8√3 ഇൻറ്റു √3 പ്ലസ് 1 ബൈ 3 മൈനസ് 1 2 4. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ 4√3 ഇൻറ്റു √3, ദാറ്റ് ഈസ് 4 ഇൻറ്റു √3 ഇൻറ്റു √3 3, 4 ഇൻറ്റു 3 12 പ്ലസ്
4 root 3 into 1, that is 4 root 3. Okay, unit എത്രയാണ്? മീറ്റർ. സോ ഇതെന്താണ്? എച്ച് ആണല്ലേ, അതായത് ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ആണ്. സോ ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഹാസ് ഈക്വൽ ടു 12 പ്ലസ് 4 റൂട്ട് 3. ആൻഡ് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബിൽഡിങ്സ് അല്ലേ. ഓക്കെ, സോ എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു അത് രണ്ടുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 12 പ്ലസ് 4 റൂട്ട് 3 മീറ്റർ. ഫൈനൽ റിസൾട്ട് എഴുതുക. ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ഇസ് 12 plus 4 root 3 meter. Distance between the two buildings is 12 plus 4 root 3 meter from equation 2.